നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാൻഡ്വിച്ചിലും ഷവർമയിലും അതുപോലെ തന്നെ സാലഡിലുമൊക്കെ ചേർത്ത് കഴിക്കാവുന്ന സ്പൈസി മയണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സ്പൈസി മയണൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരു മുട്ടയിലാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ഉണ്ടാക്കി വയ്ക്കുന്നില്ല, ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മുട്ട അത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. മുട്ട മുഴുവനായിട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3-4 ചെറിയ വെളുത്തുള്ളിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പൈസി മയണൈസിന് ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം വേണം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പുളിക്കായിട്ട് വിനാഗിരി ചേർക്കാം. ഞാനിവിടെ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് ചില്ലിയാണിത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും 1 ടീസ്പൂണോളമാണ്. അതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒരുമിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വീതം മാത്രമേ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുള്ളൂ. ഒരുപാട് ഒരുമിച്ച് ആദ്യം ഒഴിക്കരുത്. ഇതിനുശേഷം ഒന്ന് അടിച്ചെടുക്കാം. ഇനി വീണ്ടും കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ 2 തവണ മാത്രമേ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നല്ല കട്ടിയിലുള്ള മയണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള മയണൈസാണ്. അതുപോലെ തന്നെ ഉപ്പും പുളിയും മധുരവും എല്ലാം ചേർന്നിട്ടുള്ള മയണൈസാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ മയണൈസിൽ ഞാൻ പറഞ്ഞതുപോലെ നാരങ്ങയ്ക്ക് പകരമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും ഇതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള മയണൈസ് നമുക്ക് തയ്യാറാക്കി കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. കടയിൽ നിന്ന് ലഭിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.